ചൈതന്യരൂപം അമൃതസ്വരൂപം സകലാനുഗ്രഹ ഭാഗവതം മനുഷ്യരൂപേഷു കൃഷ്ണസ്വരൂപം നമാമി മളിയോർ വാഴും തിരുമേനി പാദം ഏകദന്തം മഹാകായം തപ്തകാഞ്ചന സന്നിഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹം ഗണനായകം സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതോ മേ സദാ ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗേഹൃധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മം തസ്മൈ ശ്രീ ഗുരവേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഗുരുദർശനം എന്ന ചടങ്ങിൽ ശ്രീരാമകൃഷ്ണദേവന്റെ ചരിതം 9ാം ദിവസമാണിന്ന്. സത്സംഗത്തിൻ്റെ മഹത്തായ 262 ദിവസം, അയ്യപ്പ ഭാഗവതത്തിൻ്റെ 19ാം ദിവസം, ദേവി ഭാഗവതം നമ്മൾ ചർച്ച ചെയ്ത വൃശ്ചികം 1 മുതലുള്ള 20ാം ദിവസം. അവതാരവരിഷ്ഠനായ ഗുരുവിനെ കുറിച്ച് എത്ര എഴുതിയിട്ടും പൂർത്തീകരിക്കുന്നില്ല എന്നായിരുന്നു മാസ്റ്റർ മഹാശയൻ പറഞ്ഞത്. അവതാരവരിഷ്ഠനായ ഗുരുവിൻ്റെ കാര്യം പറഞ്ഞാൽ സാഗരത്തിലെ വെള്ളം പോലെയാണെന്നാണ് സ്വാമി വിവേകാനന്ദൻ സൂചിപ്പിച്ചത്. ഈശ്വരീയ ധർമ്മത്തിൻ്റെ ആ പവിത്രത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അധ്യായങ്ങളിലൂടെ ചർച്ച ചെയ്തു. 3ാം അധ്യായം ഈശ്വരീയമായ ഒരു സങ്കല്പത്തിൻ്റെ വൈശിഷ്ട്യം ഓരോ ഭാഗമായിട്ടാണ് ചേർത്തിരിക്കുന്നത്. 1ാം ഭാഗം, 2ാം ഭാഗം, 3ാം ഭാഗം എന്നാണ്. പുസ്തകത്തിൽ സുരേഷ് കുമാർ സാറിൻ്റെ അതേ പുസ്തകം തന്നെയാണ് ഉള്ളത്. അതിൽ 1ാം ഭാഗത്തിലെ ഏതാനും അധ്യായങ്ങളാണ് നമ്മൾ വായിച്ചത്. അതിൽ നമുക്ക് ഇന്ന് വളരെ ശ്രദ്ധേയമായ ഗൃഹസ്ഥനും തമോ ഗുണവും എന്ന ഭാഗം ശ്രദ്ധയോടെ കേൾക്കണം. 4ാം അധ്യായത്തിൽ എല്ലാവർക്കും ജപിക്കാനുള്ള മന്ത്രമുണ്ട്. സംസാരാർണവഘോരേ യ കർണധാര സ്വരൂപക നമോസ്തു രാമകൃഷ്ണായ തസ്മൈ ശ്രീ ഗുരവേ നമ. അതിലാണ് 4ാം അധ്യായത്തിലാണ് ഭക്തി ഉണ്ടാകാനുള്ള ഉപായം എന്നെഴുതിയിട്ടുള്ളത്. ശ്രീരാമകൃഷ്ണദേവനും പ്രസംഗവും എന്ന മഹത്തായ അധ്യായമുണ്ട്. അറിവുള്ളവൻ ആര് എന്നാണ്. അപ്പോൾ 2ാം അധ്യായവും 3ാം അധ്യായവും നമ്മൾ വായിച്ചിരുന്നു. അറിവുള്ളവൻ ആര് എന്ന ഭാഗം ഒന്നുകൂടി നോക്കാം. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, കൊള്ളാം, നിന്റെ വീട്ടുകാരി എങ്ങനെ, വിദ്യാശക്തിയോ അവിദ്യാശക്തിയോ? മാസ്റ്റർ, ആള് കൊള്ളാം, പക്ഷെ അറിവില്ല. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ നീരസഭാവത്തിൽ പറഞ്ഞു, ഓ, നീ അറിവുള്ളവനാണല്ലേ. അറിവുള്ളവൻ ആര്, അറിവില്ലാത്തവൻ ആര് എന്ന് ഇനിയും മാസ്റ്റർക്ക് അറിഞ്ഞുകൂടാ. എഴുതാനും വായിക്കാനും സാധിക്കുകയും പുസ്തകം വായിക്കാൻ കഴിയുകയും ചെയ്താൽ അറിവുള്ളവനാണ് എന്നായിരുന്നു ഇതുവരെ കരുതിയിരുന്നത്. ഈ തെറ്റിദ്ധാരണ പിന്നീട് നീങ്ങിപ്പോയി. ഈശ്വരനെ അറിയുന്നതിൻ്റെ പേരാണ് അറിവ്. ഇത് നമ്മൾ മറക്കരുത്.
ഈശ്വരനെ അറിയുന്നതിൻ്റെ പേരാണ് അറിവ്. ഈശ്വരനെ അറിയാതിരിക്കുകയാണ് അറിവില്ലായ്മ. ഇന്നലെ നമ്മളത് പറഞ്ഞാണ് എന്ന് പിന്നീട് ധരിച്ചു. നീ അറിവുള്ളവനും എന്ന് ഗുരുദേവൻ പറഞ്ഞപ്പോൾ മാസ്റ്ററുടെ അഹങ്കാരത്തിന് ഒന്നാം തരം ഒരടി കിട്ടിയെന്നാണ്. അപ്പോൾ അതുവരെ കുറേ പഠിച്ചാൽ മിടുക്കനാണെന്ന് ധരിക്കുന്നത് തെറ്റല്ലേ? അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ മറ്റുള്ളവരോട് പറഞ്ഞു, മാസ്റ്ററോട് പറഞ്ഞു, ശരി, നിനക്ക് സാകാരത്തിലോ വിശ്വാസം അതോ നിരാകാരത്തിലോ? അപ്പം മാസ്റ്റർ പറഞ്ഞു, അവിടെയാണ് വിഗ്രഹ ആരാധന എന്ന സബ് ഹെഡിങ്. സാകാരത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ നിരാകാരത്തിൽ എങ്ങനെ വിശ്വാസം ഉണ്ടാകും? ഈശ്വരൻ നിരാകാരനാണ് എന്ന വിശ്വാസമുള്ള പക്ഷം ഈശ്വരൻ സാകാരനാകുന്നു എന്ന് എങ്ങനെ വിശ്വസിക്കാൻ സാധിക്കും? പാല് വെളുത്ത വസ്തു, അത് വീണ്ടും കറുത്തതുമാകാൻ ഒക്കുമോ? നല്ലൊരു ചോദ്യമല്ലേ? പാല് വെളുത്ത വസ്തുവാണ്, അത് വീണ്ടും കറുത്തതുമാകാൻ ഒക്കുമോ? മാസ്റ്റർ പറഞ്ഞു, നിരാകാരമാണ് എനിക്ക് സുഖമായി തോന്നുന്നത്. അപ്പം ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, അത് കൊള്ളാം, ഏതെങ്കിലും വിശ്വാസം ഉണ്ടായാൽ മതി. നിനക്ക് വിശ്വാസം നിരാകാരത്തിലാണ്, അതും നന്ന്. എന്നാൽ ഇത് മാത്രം സത്യം, ബാക്കിയൊക്കെ തെറ്റ് എന്നൊരിക്കലും വിചാരിക്കരുത്. നിരാകാരവും സത്യം, അതുപോലെ സാകാരവും സത്യം എന്നറിയുക. നിനക്ക് ഏതിലോ വിശ്വാസം, അതിൽ ഉറച്ചു നിൽക്കുക. രണ്ടും സത്യമാണെന്ന സംഗതി പിന്നെയും പിന്നെയും കേട്ട് മാസ്റ്റർ വിസ്മിതനായി. ഈ കഥ അയാളുടെ പുസ്തകത്തിൽ നിന്ന് കിട്ടിയ അറിവിലെങ്ങുമില്ല. മാസ്റ്ററുടെ അഹങ്കാരത്തിന് മൂന്നാം തവണയും ഒരടി കിട്ടി. എന്നാൽ ഇനിയും അത് നിശേഷം നശിച്ചു കഴിഞ്ഞിട്ടില്ല. അതിനാൽ അല്പം തർക്കിക്കാൻ ഒരുങ്ങി. പ്രഭോ, അദ്ദേഹം സാകാരനെന്ന് വിശ്വാസം വന്നെന്നിരിക്കട്ടെ, എന്നിരുന്നാലും അദ്ദേഹം ഒരു കാലവും മണ്ണുകൊണ്ട് തീർത്ത പ്രതിമയല്ലല്ലോ. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, എന്തിന് മണ്ണ്? ചിന്മയാണ് പ്രതിമ. അപ്പോൾ ചിന്മയി പ്രതിമയുടെ അർത്ഥമൊന്നും മാസ്റ്റർക്ക് മനസ്സിലായില്ല. എങ്കിലും പറഞ്ഞു, ശരി, എന്നിരുന്നാലും മൺപ്രതിമയെ പൂജിക്കുന്നവരോട് മൺപ്രതിമ ഈശ്വരൻ അല്ലെന്ന സംഗതി പറഞ്ഞ് മനസ്സിലാക്കുക വേണമല്ലോ. അത് വേണ്ടതാണല്ലോ. ഈശ്വരനെ ഉദ്ദേശിച്ച് പ്രതിമയിൽ പൂജ ചെയ്യുന്നതാണ് ഉചിതം. മണ്ണിനെ പൂജിക്കുന്നത് ശരിയല്ല. ശ്രീരാമകൃഷ്ണദേവനും പ്രസംഗവും, അതാണ് ആ അധ്യായത്തിൻ്റെ പേര്. ശ്രീരാമകൃഷ്ണദേവൻ നീരസത്തോടെ പറഞ്ഞു, നിങ്ങളുടെ കൽക്കത്തക്കാരുടെ ഒരേ ഒരു തൊഴിൽ ഇതാണ്, ലെക്ചർ അടിക്കലും മറ്റുള്ളവരെ പഠിപ്പിക്കലും. വെറുതെ ലെക്ചർ അടിക്കുക, മറ്റുള്ളവരെ പഠിപ്പിക്കുക. തനിക്ക് ആര് വെളിച്ചം തരും? അതൊട്ട് നിശ്ചയവുമില്ല. പഠിപ്പിക്കാൻ നീ ആര്? ഈ ജഗത്ത് ആരുടെയോ അദ്ദേഹം പഠിപ്പിക്കും. അദ്ദേഹം ഈ ജഗത്ത് സൃഷ്ടിച്ചിരിക്കുന്നു, സൂര്യേന്ദ്രന്മാരെ നിർമ്മിച്ചിരിക്കുന്നു, മനുഷ്യനെയും ജീവികളെയും ജന്തുക്കളെയും സൃഷ്ടിച്ചിരിക്കുന്നു, ജീവജാലങ്ങൾക്ക് ആഹാരത്തിനുള്ള ഉപായം ഉണ്ടാക്കിയിരിക്കുന്നു, പോറ്റി വളർത്താൻ അച്ഛനമ്മമാരെ നൽകിയിരിക്കുന്നു, അതിനായി അച്ഛനമ്മമാരിൽ സ്നേഹം നിറച്ചിരിക്കുന്നു. അദ്ദേഹം പഠിപ്പിക്കും. അദ്ദേഹം ഇത്രയൊക്കെ ചെയ്തിട്ടുള്ള സ്ഥിതിക്ക് ഇതിനുള്ള ഉപായം മാത്രം ഉണ്ടാക്കി കൊടുക്കുകയില്ലെന്നോ? പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ പഠിപ്പിക്കും. അദ്ദേഹമാണ് അന്തര്യാമി. ഇനി ഈ മണ്ണുകൊണ്ടുള്ള പ്രതിമയെ പൂജിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തന്നെയാണ് ഇതിൽ കൂടി വിളിക്കുന്നതെന്ന് അദ്ദേഹത്തിന് അറിഞ്ഞുകൂടുന്നോ? അദ്ദേഹം ഈ പൂജ കൊണ്ട് തന്നെ സന്തുഷ്ടനാകും. അത് ചൊല്ലി നീ എന്തിനാണ് നിന്റെ തല പുണ്ണാക്കുന്നത്? നിനക്കെങ്ങനെ ജ്ഞാനം ലഭിക്കും, ഭക്തി ഉണ്ടാകും എന്ന കാര്യത്തിൽ നീ പ്രയത്നിക്ക്. ഇത്തവണ തൻ്റെ അഹങ്കാരം തീർത്തും തകർന്നുവെന്ന് മാസ്റ്റർക്ക് തോന്നി. അയാൾ വിചാരിച്ചു, അദ്ദേഹം പറഞ്ഞത് നേരാണ്, എനിക്ക് പഠിപ്പിക്കാൻ എന്ത് കാര്യം? ഞാൻ എന്താ ഈശ്വരനെ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ അദ്ദേഹത്തിൽ എനിക്ക് ഭക്തി ഉണ്ടായിട്ടുണ്ടോ? തനിക്ക് കിടക്കാനിടം കിടയാ, ചെങ്ങാതിയെയും കൂടി വിളിക്കുന്നു. ഭഗവാനെ കുറിച്ച് അറിയില്ല, കേട്ടിട്ടുമില്ല, എന്നിട്ടും അന്യരെ പഠിപ്പിക്കാൻ പോകുന്നത് എത്ര ലജ്ജാവഹം! എന്തൊരു മൂഢതയുടെ ലക്ഷണം!
മറ്റുള്ളവരെ പഠിപ്പിക്കാൻ ഇതെന്താ കണക്കോ ചരിത്രമോ സാഹിത്യമോ മറ്റോ ആണോ? അത് പഠിപ്പിക്കുന്നവർക്ക് പഠിപ്പിക്കാൻ പറ്റുമോ? അല്ല, ഇത് ഈശ്വര തത്വമാണ്. ഇദ്ദേഹം പറയുന്നത് എൻ്റെ ഉള്ളിൽ നന്നായി പതിയുന്നുണ്ട്. ഇത് ഗുരുദേവനുമായി മാസ്റ്ററുടെ ആദ്യത്തെയും അവസാനത്തെയും തർക്കമായിരുന്നു. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, നീ മണ്ണുകൊണ്ടുള്ള പ്രതിമയെ പൂജിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞുവല്ലോ. മണ്ണുകൊണ്ടുണ്ടാക്കിയതായാലും ആ പൂജ കൊണ്ടും പ്രയോജനമുണ്ട്. പലതരത്തിലുള്ള പൂജയും ഈശ്വരൻ തന്നെയാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഉലകം ഈശ്വരൻ്റെ, അദ്ദേഹം തന്നെ ഇതൊക്കെ ചെയ്തിരിക്കുന്നു. അധികാരി ഭേദമനുസരിച്ച് ഓരോരുത്തരുടെയും വയറിന് പിടിക്കുന്ന ആഹാരത്തിന് അമ്മ ഏർപ്പാട് ചെയ്യുന്നു. ഒരമ്മയ്ക്ക് 5 മക്കളുണ്ടെന്ന് വിചാരിക്കുക. വീട്ടിൽ മീൻ കൊണ്ടുവന്നു, അമ്മ പലതരം മീൻ കറി തയ്യാറാക്കുന്നു. ആരുടെ വയറിന് ഏത് പിടിക്കുമെന്നുള്ളതനുസരിച്ച് ഒരുത്തന് മീൻ ബിരിയാണി, ഒരുത്തന് ഉപ്പിലിട്ട മീൻ, വേറൊരുത്തന് മീൻ പൊരിച്ചത്, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നു. ഓരോരുത്തരുടെയും ഇഷ്ടവും ദഹനശക്തിയും അനുസരിച്ച്. മനസ്സിലായോ? മാസ്റ്റർ പറഞ്ഞു. അടുത്ത 4 അധ്യായമാണ്. സംസാരാർണവഘോരയ കർണജാര സ്വരൂപക നമോസ്തോ രാമകൃഷ്ണായ തസ്മൈ ശ്രീ ഗുരവേ നമ. ഭക്തി ഉണ്ടാകാനുള്ള ഉപായം. മാസ്റ്റർ വളരെ വിനയത്തോടുകൂടി ഈശ്വരനിൽ എങ്ങനെ മനസ്സ് നിർത്തും എന്ന് ചോദിച്ചു. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, സർവദാ ഈശ്വരൻ്റെ നാമം ജപിക്കുകയും ഗുണം കീർത്തിക്കുകയും വേണം. കൂടാതെ സത്സംഗം ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഈശ്വര ഭക്തന്മാരുടെയും സജ്ജനങ്ങളുടെയും അടുക്കൽ പോകണം. മനസ്സ് പകൽ സംസാരത്തിനുള്ളിലും അതിലെ വിഷയങ്ങളിലും കാര്യങ്ങളിലും മുഴുകിയിരുന്നാൽ അത് ഈശ്വരനെ നനയ്ക്കുകയില്ല. ഇടയ്ക്കിടയ്ക്ക് വിജനത്തിൽ പോയി ഈശ്വര ചിന്ത ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. ആദ്യകാലത്ത് ഇടയ്ക്ക് വിജനത്തിൽ വസിച്ചില്ലെങ്കിൽ മനസ്സ് ഈശ്വരനിൽ നിർത്താൻ വളരെ പ്രയാസമാകുന്നു. മരം തയ്യായിരിക്കുമ്പോൾ ചുറ്റും വേലി കെട്ടണം. വേലി കെട്ടിയില്ലെങ്കിൽ ആദ്യം ആട് തിന്നുകളയും. മനസ്സിലോ മൂലയിലോ വനത്തിലോ വേണം ധ്യാനിക്കാൻ. സർവദാ സദസത് വിചാരം ചെയ്യണം. ഈശ്വരൻ മാത്രം സത്ത്, നിത്യവസ്തു, ബാക്കിയൊക്കെ അസത്ത്, അനിത്യം. ഇങ്ങനെ വിചാരം ചെയ്ത് അനിത്യവസ്തുവിനെ മനസ്സിൽ നിന്ന് അകറ്റണം. അപ്പം ഗൃഹസ്ഥ സന്യാസം ഉപായം നിർജ്ജനത്തിലുള്ള സാധന. മാസ്റ്റർ വിനയപരിസരം ലോകത്തിൽ എങ്ങനെ വേണം ജീവിക്കാൻ? ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, വേലയെല്ലാം ചെയ്യുക, പക്ഷേ മനസ്സ് ഈശ്വരനിൽ വയ്ക്കുക. ഭാര്യ, പുത്രൻ, അച്ഛൻ, അമ്മ സർവരോടുമൊത്ത് വസിക്കുക, അവർക്ക് സേവ ചെയ്യുക, സ്വന്തം ആളുകളെന്ന പോലെ എല്ലാവരോടും പെരുമാറുക. എന്നാൽ അവർ നിന്റെ ആരുമല്ലെന്ന് ഉള്ളിൽ അറിയുകയും ചെയ്യുക. വലിയ ആളുകളുടെ വീട്ടിൽ വേലക്കാരി സകല ജോലികളും ചെയ്യുന്നു. എന്നാൽ നാട്ടിൻ പുറത്തുള്ള തൻ്റെ വീട്ടിലേക്ക് മനസ്സ് പാഞ്ഞുകൊണ്ടേയിരിക്കും. അവർ യജമാനൻ്റെ കുട്ടികളെ സ്വന്തം മക്കളെ പോലെ വളർത്തുകയും ചെയ്യുന്നു. എൻ്റെ മാമൻ, എൻ്റെ ഹരി എന്നൊക്കെ പറയും. എൻ്റെ രാമൻ, എൻ്റെ ഹരി എന്നൊക്കെ പറയും. എന്നാൽ ഇവർ തൻ്റെ ആരുമല്ലെന്ന് ഉള്ളിൽ അവർക്ക് നല്ലതുപോലെ അറിയുകയും ചെയ്യാം. ആമ വെള്ളത്തിൽ ചുറ്റിത്തിരിയുന്നു. എന്നാൽ അതിൻ്റെ മനസ്സ് എവിടെയാണെന്നറിയാമോ? കരയ്ക്ക്, അതിൻ്റെ മുട്ട കിടക്കുന്നിടത്താണ്. ലോകത്തിലെ കൃത്യങ്ങളൊക്കെ ചെയ്യണം, എന്നാൽ മനസ്സ് ഈശ്വരനിലും നിർത്തണം. ഈശ്വരനിൽ ഭക്തി നേടാതെ സംസാരത്തിൽ പ്രവേശിച്ചാൽ അതിൽ കൂടുതൽ ഒട്ടിപ്പോകും. അതിലെ ആപത്ത്, സങ്കടം, സന്താപം ഇവയ്ക്ക് അടിപ്പെട്ടു പോകും. വിഷയചിന്ത ചെയ്യുന്തോറും അതിൽ ആസക്തി വർദ്ധിക്കും. കയ്യിൽ എണ്ണ പുരട്ടിയിട്ട് വേണം ചക്ക മുറിക്കാൻ.
അല്ലാത്ത പക്ഷം മുളഞ്ഞ് കയ്യിലൊട്ടും. ആദ്യം ഈശ്വരഭക്തിയാകുന്ന എണ്ണ കയ്യിൽ പുരട്ടിയിട്ട് വേണം ലോകകാര്യങ്ങളിൽ കൈയിടാൻ. എന്നാൽ ഈ ഭക്തി സമ്പാദിക്കുന്നതിന് ഏകാന്തത്തിൽ പോകണം. പാലിൽ നിന്ന് വെണ്ണ എടുക്കണമെങ്കിൽ അതൊരു ഒഴിഞ്ഞ മൂലയിൽ തൈരാകാൻ വയ്ക്കണം. അതിളക്കിയാൽ തൈര് ഉറകൂടുകയില്ല. എന്നിട്ട് മറ്റ് പണികളൊക്കെ വിട്ട് ഒറ്റയ്ക്കിരുന്ന് തൈര് കടയണം. അപ്പോൾ വെണ്ണ തെളിഞ്ഞു കിട്ടും. ഇത്ര സുന്ദരമായ ഒരു ഉദാഹരണമാണ്. ഇനിയും നോക്ക്. നിർജ്ജനത്തിൽ ഈശ്വരചിന്ത ചെയ്താൽ മനസ്സിൽ ജ്ഞാനവും വൈരാഗ്യവും ഭക്തിയും വർദ്ധിക്കും. ജ്ഞാനവും വൈരാഗ്യവും ഭക്തിയും ലഭിക്കും. എന്നാൽ സംസാരത്തിൽ വീണ് കിടന്നാൽ അതേ മനസ്സ് നീചമായി പോകും. സംസാരത്തിൽ കാമിനി കാഞ്ചന ചിന്ത മാത്രമേ ഉള്ളൂ. സംസാരം ജലം പോലെയും മനം പാല് പോലെയുമാണ്. വെള്ളത്തിൽ ഒഴിച്ചാൽ പാലും വെള്ളവും ഒന്നായി തീരും. പിന്നെ പാൽ വേർതിരിച്ച് കിട്ടില്ല. പാല് തൈരാക്കി കടഞ്ഞ് വെണ്ണയെടുത്ത് വെള്ളത്തിലിട്ടാൽ അത് പൊങ്ങിക്കിടക്കും. അതുകൊണ്ട് ഏകാന്തത്തിൽ സാധന ചെയ്ത് ആദ്യം ജ്ഞാനഭക്തി രൂപമായ വെണ്ണ സമ്പാദിക്കണം. ആ വെണ്ണ സംസാര ജലത്തിൽ ഇട്ടാലും കിടന്നാലും കൂടിക്കലരുകയില്ല, പൊങ്ങിക്കിടക്കും. ഇതോടൊപ്പം വിചാരം ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. കാമിനി കാഞ്ചനം അനിത്യമാണ്. ഈശ്വരൻ ഒരുവൻ മാത്രം നിത്യവസ്തു. പണം കൊണ്ടെന്ത് കിട്ടും? ചോറ് കിട്ടും, പയറും കിട്ടും, തുണിയും കിട്ടും, താമസിക്കാൻ ഇടം കിട്ടും, ഇത്രയൊക്കെ തന്നെ. പക്ഷെ ഇതുകൊണ്ട് ഭഗവാനെ കിട്ടില്ല. അതിനാൽ പണം ഒരിക്കലും ജീവിത ഉദ്ദേശമാകാൻ നിവൃത്തിയില്ല. ഇതിൻ്റെ പേരാണ് വിചാരം. മനസ്സിലായോ? മാസ്റ്റർ പറഞ്ഞു, ഉവ്വ, പ്രബോധചന്ദ്രോദയം എന്ന നാടകം ഞാൻ ഈയിടെ വായിച്ചു. അതിൽ വസ്തുവിചാരമുണ്ട്. അപ്പോൾ ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, അതേ വസ്തുവിചാരം. ഇത് നോക്കൂ, പണത്തിൽ എന്തുണ്ട്? ഒരു സുന്ദര ദേഹത്തിൽ പോലും എന്തുണ്ട്? വിചാരം ചെയ്യൂ. സുന്ദരിയുടെ ദേഹത്തിലും അസ്ഥി, മാംസം, മജ്ജ, മലം, മൂത്രം ഇതൊക്കെ ഉണ്ട്. മനുഷ്യൻ ഈശ്വരനെ വെടിഞ്ഞ് ഇത്തരം വസ്തുക്കൾക്കായി എന്തിന് മനസ്സ് കൊടുക്കണം? എന്തിന് ഈശ്വരനെ മറന്നു കളയുന്നു? അപ്പം ഈശ്വര ദർശനത്തിനുള്ള ഉപായമാണ് അടുത്ത അധ്യായം. മാസ്റ്റർ ചോദിച്ചു, ഈശ്വരനെ കാണാൻ കഴിയുമോ? ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ഉവ്വ, തീർച്ചയായും കഴിയും. കൂടെ കൂടെ വിജനത്തിൽ വാസം, ഭഗവാന്റെ ഗുണഗാനം, വസ്തുവിചാരം, ഈ വക ഉപായങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. മാസ്റ്റർ പറഞ്ഞു, എന്തവസ്ഥയിൽ അദ്ദേഹത്തെ കാണാനൊക്കും? ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, തീവ്ര വ്യാകുലതയോടെ കരഞ്ഞാൽ അദ്ദേഹത്തെ കാണാൻ സാധിക്കും. ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ആളുകൾ കുടം കണക്കിന് കണ്ണീർ വാർക്കുന്നു. പണത്തിന് വേണ്ടി മനുഷ്യർ കണ്ണീരിൽ നീന്തുന്നു. എന്നാൽ ഈശ്വരന് വേണ്ടി ആര് കരയുന്നു? വിളിക്കേണ്ടതുപോലെ വിളിക്കണം. അതും പറഞ്ഞ് ഭഗവാൻ ഒരു ഗാനം ചെയ്തു. എൻ മനസ്സേ നീ വിളിക്ക അമ്മയെ യഥാവിധി, അമ്മ നിന്നെ ദൂരെ വിട്ടകന്നു വാഴ്വതെങ്ങനെ, ഇല്ലവൾക്കൊത്തെല്ലു ശക്തി വേർ പിരിഞ്ഞുമേവിടൻ, അല്ലലർന്ന നിന്നെ വെട്ടു കാളി വാഴ്വതെങ്ങനെ, വ്യഗ്രമെങ്കിലാനയാശു നീജപാപ്രസൂനവും വില്വപത്രവും സമോദമേകുവാൻ അവൾക്കടോ ഭക്തിചന്ദനാവലിപ്തമാക്കി മാതൃസന്നിധം ഭദ്രമാം സുമഞ്ജലീം കുരുഷ്വ പാദപങ്കജേ. വ്യാകുലത വന്നാൽ അരുണോദയമായി. അനന്തരം സൂര്യൻ ദർശനമരുളും. വ്യാകുലതയ്ക്ക് ശേഷം ഈശ്വര ദർശനം. വ്യാകുലതയ്ക്ക് ശേഷം ഈശ്വര ദർശനം. 3 ആകർഷണങ്ങൾ ഒന്നിച്ചു കൂടിയാൽ, ആ വഴി നോക്കണം, പുസ്തകം സാറിനൊക്കെ ഉണ്ട്. 3 ആകർഷണങ്ങൾ ഒന്നിച്ചു കൂടിയാൽ ഈശ്വരൻ ദർശനം നൽകും. വിഷയിക്ക് വിഷയങ്ങളോടുള്ള ആകർഷണം, അമ്മയ്ക്ക് മക്കളോടുള്ള വാത്സല്യം, സതിക്ക് പതിയോടുള്ള പ്രേമം. ഈ 3 ആകർഷണങ്ങളും ഒന്നു ചേർന്ന്
ഒരുവനുണ്ടായാൽ അതിൻ്റെ ശക്തി കൊണ്ട് ഈശ്വരനെ പ്രാപിക്കാൻ സാധിക്കും. മറക്കരുത്, സംഗതി ഇതാണ്. ഈശ്വരനോട് സ്നേഹം വേണം. അമ്മ എങ്ങനെ മക്കളെ സ്നേഹിക്കുന്നു, സതി ഏതുവിധം ഭർത്താവിനെ ഭജിക്കുന്നു, വിഷയി എങ്ങനെ വിഷയങ്ങളെ കാമിക്കുന്നു, അതുപോലെ ഈ 3 കൂട്ടരുടെ സ്നേഹത്തെ, ഈ 3 തരം ആകർഷണങ്ങളെ ഒന്നിച്ച് ചേർത്താൽ എത്രയുണ്ടോ അത്രയും അവന് കൊടുക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ദർശനം ലഭിക്കും. ഈശ്വരനെ ഓടിവാടാ ഉണ്ണിക്കണ്ണ, അവൻ അവൾ എന്നൊക്കെ ഭക്തന്മാർ പറയുന്നുണ്ട്. അവൾ എന്നിൽ പ്രീതി കാണിച്ചിട്ടില്ല, അവൻ എന്നെ കാണാറില്ല, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശ്വരന് കൊടുക്കാൻ കഴിഞ്ഞാലേ അദ്ദേഹത്തിൻ്റെ ദർശനം ലഭിക്കുമെന്നാണ്. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമല്ലേ. വ്യാകുലതയോടെ അദ്ദേഹത്തെ വിളിക്കണം. പൂച്ചക്കുഞ്ഞിന് മിയോ മിയോ എന്ന തള്ളയെ വിളിച്ച് കരയാനേ അറിയൂ. തള്ള അതിനെ എവിടെ കൊണ്ട് വെക്കുന്നുവോ അത് അവിടെ ഇരിക്കുന്നു. ചിലപ്പോൾ അടുക്കളയിൽ, ചിലപ്പോൾ അറയിൽ, ചിലപ്പോൾ തറയിൽ, ചിലപ്പോൾ കിടക്കയിൽ തള്ള അതിനെ കൊണ്ടുവയ്ക്കുന്നു. അതിന് കഷ്ടപ്പാട് വരുമ്പോൾ അത് വെറുതെ മിയോ മിയോ എന്ന് കരഞ്ഞു വിളിക്കുന്നു. അതിന് വേറൊന്നും അറിഞ്ഞുകൂടാ. അമ്മ എവിടെ ഇരുന്നാലും ഈ മിയോ മിയോ ശബ്ദം കേട്ടാൽ വൻ ഓടിയെത്തും. 5-ാം അധ്യായം സർവബോധസ്ഥമാത്മാനം സർവബോധാനി ചാത്മനി ഈക്ഷത യോഗയുക്താത്മാ സർവത്ര സമദർശന. തൃതീയ ദർശനമാണ്. നരേന്ദ്രൻ ഭവനാഥൻ മാസ്റ്റർ അക്കാലത്ത് വരാഹ നഗരത്തിൽ ചേച്ചിയുടെ വീട്ടിലായിരുന്നു. ഭഗവാൻ ശ്രീരാമകൃഷ്ണദേവനെ കണ്ടത് മുതൽ സദാ നേരവും അദ്ദേഹത്തെക്കുറിച്ചുള്ള ചിന്ത തന്നെ. സർവദാ ആ ആനന്ദമയ മൂർത്തിയെ കാണുന്നു, അദ്ദേഹത്തിൻ്റെ അമൃതമയമായ വാണികൾ കേൾക്കുന്നു. ഈ ദരിദ്ര ബ്രാഹ്മണൻ എങ്ങനെ ഈ ഗംഭീര തത്വങ്ങൾ അനുസന്ധാനം ചെയ്തു, എങ്ങനെ അറിഞ്ഞു എന്നായിരുന്നു ആലോചന. ഈ വക സംഗതികൾ ഇത്ര ലളിതമായി പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിയുന്നവരെ ആരെയും മാസ്റ്റർ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ല. ഇനി എന്നാ അദ്ദേഹത്തിൻ്റെ അടുക്കൽ പോകാനൊക്കും? വീണ്ടും എപ്പോൾ അദ്ദേഹത്തിൻ്റെ ദർശനം ലഭിക്കും? പകൽ ഇത് തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നു. കാത്ത് ഞായറാഴ്ച വന്നിയായിരുന്നു. വരാഹ നഗരത്തിലെ നേപ്പാള ബാബുവും ഒരുമിച്ച് ഉച്ചതിരിഞ്ഞ് 3-നും 4-നും ഇടയ്ക്ക് മാസ്റ്റർ ദക്ഷിണേശ്വരം ഉദ്യാനത്തിലെത്തി. മുൻ പ്രസ്താവിച്ച മുറിയിൽ ചെറിയ കട്ടിലിന്മേൽ ശ്രീരാമകൃഷ്ണദേവൻ ഇരിക്കുന്നതായി കണ്ടു. മുറി നിറച്ച ആളുകൾ. ഞായറാഴ്ച സമയം ഉള്ളതുകൊണ്ട് ഭക്തന്മാർ ദർശനത്തിനായി വന്നിരിക്കുന്നു. ഇനിയും മാസ്റ്ററുമായി ആരും പരിചയപ്പെട്ട് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം കൂട്ടത്തിലൊരു മൂലക്കിരിപ്പുറപ്പിച്ചു. മന്ദഹാസ സുന്ദരമായ മുഖത്തോടെ ഭഗവാൻ ഭക്തരുമായി സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടു. 19 വയസ്സായ ഒരു യുവാവിനെ നോക്കി ആനന്ദം പൂണ്ടുകൊണ്ട് ഗുരുദേവൻ പല വർത്തമാനങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നു. യുവാവിൻ്റെ പേര് നരേന്ദ്രൻ. കോളേജിൽ പഠിക്കുന്നു. സാധാരണ ബ്രഹ്മസമാജത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നു. വാക്കുകൾ തേജോദീപ്തങ്ങളാണ്. കണ്ണ് 2 ഉജ്ജ്വലങ്ങളാണ്. ഭക്തൻ്റെ മുഖമാണ്. വിഷയ ആസക്തമായ സംസാരികളെക്കുറിച്ചാണ് സംഭാഷണമെന്ന് മാസ്റ്റർ ഊഹിച്ചു. വെറുതെ ഈശ്വരൻ ഈശ്വരൻ ധർമ്മം ധർമ്മം എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ അക്കൂട്ടർക്ക് വലിയ ആക്ഷേപമാണ്. ലോകത്തിൽ എത്രയോ ദുഷ്ടന്മാരുമുണ്ട്. അവരോടെങ്ങനെ പെരുമാറണമെന്നതിനെക്കുറിച്ചും മറ്റുമൊക്കെ സംഭാഷണം നടന്നുകൊണ്ടിരുന്നു. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ നരേന്ദ്രനോട് പറഞ്ഞു, നരേന്ദ്ര, നീ എന്ത് പറയുന്നു? ലൗകിക മനുഷ്യർ എന്തൊക്കെ പറയുന്നു? എന്നാൽ നോക്കൂ, ആന വഴിയെ പോകുമ്പോൾ പിന്നാലെ എത്ര പട്ടികൾ കുരച്ചും കൊണ്ടെത്തുന്നു. പക്ഷേ ആന തിരിഞ്ഞു നോക്കുക കൂടി ചെയ്യില്ല. നിന്നെ ആരെങ്കിലും നിന്ദിച്ചാൽ നീ എന്ത് വിചാരിക്കും? നരേന്ദ്രൻ പറഞ്ഞു, പട്ടികൾ കുരയ്ക്കുന്നുവെന്ന് ഞാൻ കരുതും. അപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ പുഞ്ചിരിയോടെ പറഞ്ഞു, അരുതടോ, അത്ര അങ്ങോട്ട് പോകരുത്. അപ്പോൾ എല്ലാവരും ചിരിച്ചു. ഈശ്വരൻ സർവഭൂതങ്ങളിലുമുണ്ട്. എന്നാൽ നല്ല ആളുകളുമായിട്ട് മാത്രമേ ചെങ്ങാത്തം പാടുള്ളൂ. ഹീനജനങ്ങളുടെ അടുക്കൽ നിന്ന് അകന്നു നിൽക്കണം. കടുവയുടെ ഉള്ളിലും നാരായണനുണ്ട് എന്ന് പറഞ്ഞ് കടുവയെ കെട്ടിപ്പിടിക്കാൻ ഒക്കില്ല. അപ്പോൾ എല്ലാവരും കൂടി ചിരിച്ചു. കടുവയും നാരായണനല്ലേ, പിന്നെ ഞാൻ എന്തിനു ഓടണം എന്ന് ചോദിച്ചേക്കാം.
ഓടുവിൻ എന്ന് പറയുന്നവരും നാരായണനാണ്. എന്തുകൊണ്ട് അവരുടെ വാക്ക് കേൾക്കുന്നില്ല എന്നാണ് അതിനുത്തരം. ഒരു കഥ കേട്ടോളൂ. ഒരു കാട്ടിൽ ഒരു താപസൻ പാർത്തിരുന്നു. അദ്ദേഹത്തിന് അനേകം ശിഷ്യന്മാരുണ്ട്. സർവഭൂതങ്ങളിലും നാരായണൻ സന്നിധാനം ചെയ്യുന്നു, അതറിഞ്ഞ് സകലരെയും നമസ്കരിക്കണം എന്നൊരു ദിവസം അദ്ദേഹം ശിഷ്യന്മാർക്ക് ഉപദേശം നൽകി. ഒരു നാൾ ഹോമത്തിന് ചമതം ശേഖരിക്കുന്നതിനൊരു ശിഷ്യൻ വനത്തിൽ പോയി. അപ്പോഴൊരു ഒച്ച കേട്ടു, വഴിയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിമാറുവിൻ, ഒരു ഭ്രാന്തനാന വരുന്നു. എല്ലാവരും ഓടി. ശിഷ്യൻ മാത്രം അനങ്ങിയില്ല. ആനയിലും നാരായണൻ ഉണ്ടെന്ന് അയാൾക്കറിയാം. അയാൾ പിന്നെ എന്തിനോടണം? അങ്ങനെ വിചാരിച്ച് അയാൾ അവിടെ തന്നെ നിന്നു, നമസ്കാരം ചെയ്തു, വാഴ്ത്താനും പുകഴ്ത്താനും ആരംഭിച്ചു. അകലെ നിന്നും ആനക്കാരൻ ഓടുവിൻ ഓടുവിൻ എന്ന് വിളിച്ചു പറയുന്നുണ്ട്. എന്നിട്ടും ശിഷ്യനിളകിയില്ല. ഒടുവിൽ ആന അയാളെ തുമ്പിക്കൈ കൊണ്ടെടുത്ത് പൊക്കി ഒരു വശത്തേക്ക് വലിച്ചെറിഞ്ഞിട്ട് അതിൻ്റെ പാട്ടിന് പോയി. ശിഷ്യൻ കീറി മുറിഞ്ഞ് ബോധം കെട്ട് കിടപ്പായി. ആ വിവരമറിഞ്ഞ് ഗുരുവും മറ്റ് ശിഷ്യന്മാരും കൂടി വന്ന് അയാളെ ആശ്രമത്തിലേക്ക് എടുത്തുകൊണ്ട് പോയി. മരുന്ന് കൊടുത്ത് അല്പനിമിഷം കഴിഞ്ഞപ്പോൾ ബോധം വീണു. അപ്പോൾ ആരോ ചോദിച്ചു, ആന വരുന്നുണ്ടെന്ന് കേട്ടിട്ട് നീ എന്തുകൊണ്ട് വഴിയിൽ നിന്ന് മാറിയില്ല? അയാൾ പറഞ്ഞു, മനുഷ്യനും ജന്തുക്കളുമൊക്കെ ആയിരിക്കുന്നത് നാരായണനാണെന്ന് ഗുരുദേവൻ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആന നാരായണനാണ് വരുന്നതെന്ന് കണ്ട് ഞാൻ അവിടെ നിന്നും മാറിയില്ല. അത് കേട്ട് ഗുരു ചോദിച്ചു, കുഞ്ഞെ, ആന നാരായണനാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നത് ശരി തന്നെ, പക്ഷേ ആനക്കാരൻ നാരായണൻ നിന്നെ വിലക്കിയില്ലേ? എല്ലാം നാരായണനാകുമ്പോൾ നീ എന്തുകൊണ്ട് അയാളുടെ വാക്കുകൾ വിശ്വസിച്ചില്ല? ആനക്കാരൻ നാരായണൻ്റെ വാക്കും കേൾക്കേണ്ടതുണ്ട്. എല്ലാവരും ചിരിക്കുന്നു. അപ്പോൾ നാരായണ, ജലം നാരായണനാകുന്നു എന്ന് ശാസ്ത്രത്തിലുണ്ട്. എന്നാൽ ചില ജലം പൂജയ്ക്ക് കൊള്ളാം, വേറെ ചിലത് കൊണ്ട് കുളിക്കൊഴിയാം, ചിലതിൽ പാത്രം കഴുകാം, വേറെ ചിലത് തുണി അലക്കാൻ മാത്രം കൊള്ളാം, അല്ലാതെ കുടിക്കാനോ പൂജയ്ക്കോ കൊള്ളില്ല. അതുപോലെ സജ്ജനങ്ങളിലും ദുർജനങ്ങളിലും ഭക്തന്മാരിലും ഭക്തി ഇല്ലാത്തവരിലും സകലരുടെയും ഹൃദയത്തിൽ നാരായണനുണ്ട്. എന്നാൽ ദുർജനങ്ങളോടും ദുഷ്ടന്മാരോടും ഭക്തിഹീനന്മാരോടും ഇടപഴകരുത്, ചങ്ങാത്തമരുത്. അവരിൽ ചിലരുമായി വർത്തമാനം പറയൽ വരെ ആകാം, പിന്നെ ചിലരുമായി അതും പാടില്ല. അത്തരം ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക തന്നെ വേണം. ഒരു ഭക്തൻ അപ്പോൾ പറഞ്ഞു, മഹാശയ, ഒരു ദുഷ്ടൻ ഉപദ്രവിക്കാൻ വരുന്നു അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു എന്ന് വരികയിൽ മിണ്ടാതിരിക്കുന്നത് ശരിയാണോ? ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ആളുകളോടൊക്കെ താമസിക്കാൻ പോയാൽ ദുഷ്ടന്മാരിൽ നിന്നും തന്നെത്താൻ രക്ഷിക്കുന്നതിന് അല്പം തമോ ഗുണം കാണിക്കുക ആവശ്യമാണ്. പിന്നെ ഉപദ്രവിക്കുമെന്ന് കരുതി നേരത്തെ അങ്ങോട്ട് ഉപദ്രവം ചെയ്യുന്നത് ശരിയല്ല. ഒരു മൈതാനത്തിൽ പശുക്കുട്ടികൾ കാലി മേയിച്ചിരുന്നു. അവിടെ ഭയങ്കര വിഷം ഉള്ള ഒരു പാമ്പ് പാർത്തിരുന്നു. ഈ പാമ്പിനെ പേടിച്ച് എല്ലാവരും വളരെ സൂക്ഷിച്ചേ നടക്കാറുള്ളൂ. ഒരു ദിവസം ഒരു ബ്രഹ്മചാരി ആ മൈതാനം വഴി വന്നു. പശുക്കുട്ടികൾ ഓടി വന്ന് പറഞ്ഞു, മഹാത്മൻ, ആ വഴിക്ക് പോകരുത്, അവിടെ ഭയങ്കര വിഷമുള്ള ഒരു സർപ്പമുണ്ട്. ആവട്ടെ കുഞ്ഞുങ്ങളെ, എനിക്കതിനെ പേടിയില്ല, എനിക്ക് മന്ത്രമറിയാം. അങ്ങനെ പറഞ്ഞ് ബ്രഹ്മചാരി ആ വഴിക്ക് നടന്നു. പേടിച്ച് പിള്ളേരാരും പിറകെ പോയില്ല. അപ്പോഴേക്കും അവിടെ നിന്ന് പാമ്പ് പടവും വിടർത്തി പാഞ്ഞെത്തി. എത്തിയില്ല എന്നായപ്പോൾ ബ്രഹ്മചാരി ഒരു മന്ത്രം ചൊല്ലി. അതോടെ ആ പാമ്പ് ഞാഞ്ഞൂല് പോലെ കാൽക്കൽ കിടപ്പായി. ബ്രഹ്മചാരി പറഞ്ഞു, എടോ, നീ എന്തിനാണ് അന്യരെ ഉപദ്രവിച്ചുകൊണ്ട് ചുറ്റിത്തിരിയുന്നത്? വാ, നിനക്ക് ഞാനൊരു മന്ത്രം തരാം. ഈ മന്ത്രം ജപിച്ചാൽ ഭഗവാനിൽ ഭക്തി ഉണ്ടാകും, ഭഗവാനെ കാണുമാറാകും, പിന്നെ പരഹിംസയൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് പാമ്പിന് മന്ത്രം പറഞ്ഞു കൊടുത്തു. പാമ്പ് മന്ത്രം കിട്ടി ഗുരുവിനെ നമസ്കരിച്ചുകൊണ്ട് ചോദിച്ചു, സ്വാമി, ഞാൻ എങ്ങനെയാണ് സാധന അനുഷ്ഠിക്കേണ്ടതെന്ന് അങ്ങ് അരുളി ചെയ്താലും ഈ മന്ത്രം ജപിക്കുക, ആരെയും ഉപദ്രവിക്കരുത് എന്ന് ഗുരു പറഞ്ഞു. ബ്രഹ്മചാരി പോകാൻ കാലത്ത് ഞാൻ വീണ്ടും വരാം എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. പാമ്പ് കടിക്കാനൊന്നും വരുന്നില്ലെന്ന് കണ്ട് പിള്ളേർ കല്ലെടുത്തെറിഞ്ഞു.
എന്നിട്ടും കോപമൊന്നും വരുന്നില്ല. അതൊരു ഞാഞ്ഞൂലിനെ പോലെ ആയിപ്പോയി. ഒരു ദിവസം ഒരു പയ്യൻ അടുത്തെത്തി വാലിന് പിടിച്ച് ചുഴറ്റി പലതവണ നിലത്ത് അടിച്ച് വലിച്ച് ഒരേർ കൊടുത്തു. പാമ്പിൻ്റെ വായിൽ നിന്നും ചോരയൊലിച്ചു. അത് ബോധം കെട്ടുപോയി. അതിന് അനങ്ങാനും നീങ്ങാനും മേല. പാമ്പ് ചത്തുപോയെന്ന് അവർ കരുതി അവരുടെ പാട്ടിന് പോയി. കുറേയേറെ രാവ് ചെന്നപ്പോൾ പാമ്പിന് തെളിവ് വീണു. അപ്പോൾ അത് പതുക്കെ പതുക്കെ വളരെ കഷ്ടപ്പെട്ട് തൻ്റെ അളയിലേക്ക് ഇഴഞ്ഞുപോയി. ശരീരം തകർന്നു പോയിരുന്നു. അനങ്ങാൻ ശേഷിയില്ല. പല നാൾ കഴിഞ്ഞു അത് എല്ലും തോലും മാത്രമായി. ഇര തേടി രാത്രിയിൽ വല്ലപ്പോഴും പുറത്തുനിന്ന് പോയി പോരും. പേടിച്ച് പകൽ പുറത്തിറങ്ങാറേയില്ല. മന്ത്രം കിട്ടിയത് മുതൽ ആർക്കും ഒരു ഉപദ്രവം ചെയ്യാറില്ല. മണ്ണ്, ഇല, മരത്തിൽ നിന്നും കൊഴിഞ്ഞു വീണ ഫലങ്ങൾ ഇവ തിന്ന ജീവൻ നിലനിർത്തി. ഏതാണ്ട് 1 വർഷം കഴിഞ്ഞു. ബ്രഹ്മചാരി വീണ്ടും ആ വഴിക്ക് വന്നു. പാമ്പിനെ പറ്റി അന്വേഷിച്ചു. അത് ചത്തുപോയെന്ന് ആ കുട്ടികൾ പറഞ്ഞു. ബ്രഹ്മചാരിക്ക് ആ കഥ ഒട്ടും വിശ്വാസമായില്ല. അതിന് കിട്ടിയ മന്ത്രം സാധന ചെയ്ത് സിദ്ധി വരാതെ അത് ചാവുകയില്ലെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അങ്ങിങ്ങ് തേടി തേടി അതിന് താൻ കൊടുത്ത പേര് ചൊല്ലി വിളിച്ചു. ഗുരുദേവൻ്റെ ശബ്ദം കേട്ട അത് അളയിൽ നിന്നും പുറത്തു വന്ന് വളരെ ഭക്തിയോടെ ഗുരുദേവനെ നമസ്കരിച്ചു. നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കുന്നു? ബ്രഹ്മചാരി ചോദിച്ചു. അത് പറഞ്ഞു, പ്രഭോ, ഞാൻ സുഖമായിരിക്കുന്നു. എന്നാൽ നീ എന്താണ് ഇത്ര മെലിഞ്ഞിരിക്കുന്നത്? ബ്രഹ്മചാരി അന്വേഷിച്ചു. പാമ്പ് പറഞ്ഞു, ഗുരു, ആരെയും ഉപദ്രവിക്കരുതെന്ന് അവിടുന്ന് ആജ്ഞാപിച്ചുവല്ലോ. അതുകൊണ്ട് ഇലയും പഴവും മാത്രമേ തിന്നാറുള്ളൂ. അതുകൊണ്ടായിരിക്കും ശോഷിച്ചു പോയത്. അതിന് സത്വഗുണം വളർന്നിരുന്നു. അതിനാൽ ആരുടെ പേരിലും വിരോധമുണ്ടാകിയിരുന്നില്ല. പിള്ളേർ തന്നെ കൊന്നുകളയാൻ ഒരുങ്ങി എന്ന കഥ പോലും അത് മറന്നുപോയിരുന്നു. ബ്രഹ്മചാരി പറഞ്ഞു, ആഹാരത്തിൻ്റെ കാരണം കൊണ്ട് മാത്രം ഇങ്ങനെ ഒരവസ്ഥ വരികയില്ല. തീർച്ചയായും വേറെ എന്തോ കാരണമുണ്ട്. നീ ഓർത്തു നോക്ക്. പിള്ളേർ തന്നെ എടുത്ത് നിലത്തിട്ടടിച്ചു എന്ന് അപ്പോൾ പാമ്പിന് ഓർമ്മ വന്നു. ഉടനെ അത് പറഞ്ഞു, സ്വാമി, നേരാണ്, എനിക്കിപ്പോൾ ഓർമ്മ വന്നു. പിള്ളേർ ഒരു ദിവസം എന്നെ എടുത്ത് തറയിലിട്ടടിച്ചു. അവർക്കറിവില്ല. എൻ്റെ മനസ്സിൻ്റെ സ്ഥിതി എന്താണെന്ന് അവർക്കറിഞ്ഞുകൂടാ. ഞാൻ ആരെയും കടിക്കുകയോ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയോ ഇല്ലെന്ന് അവരെങ്ങനെ അറിയും? ബ്രഹ്മചാരി പറഞ്ഞു, നീ ഇത്ര മടയനായല്ലോ, തന്നെത്താൻ രക്ഷിക്കാൻ അറിഞ്ഞുകൂടല്ലോ. കടിക്കരുതെന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ, ചീറ്റരുതെന്ന് പറഞ്ഞില്ലല്ലോ. ചീറ്റി അവരെ പേടിപ്പിക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? ദുഷ്ടന്മാരുടെ അടുക്കൽ ചീറ്റണം. അവർ ഉപദ്രവിക്കാതിരിക്കാൻ അവരെ ഭയപ്പെടുത്തണം. എന്നാൽ അവരിൽ വിഷം ഏൽപ്പിക്കരുത്. ആരെയും അങ്ങോട്ട് ഉപദ്രവിക്കരുത്. നല്ലൊരു സന്ദേശമല്ലേ? ശ്രീരാമകൃഷ്ണൻ പറയാണ്, ഈശ്വര സൃഷ്ടിയിൽ നാനാതരത്തിലുള്ള മനുഷ്യരും ജന്തുക്കളും മരങ്ങളും ചെടികളുമുണ്ട്. മൃഗങ്ങളുടെ ഇടയ്ക്കുമുണ്ട് നല്ലവയും ചീത്തവയും. കടുവകളെ പോലുള്ള ഹിംസ്ര ജന്തുക്കളും മരങ്ങളുടെ കൂട്ടത്തിൽ അമൃതാസമമായ പഴങ്ങൾ തരുന്നവയും വിഷഫലങ്ങൾ ഉള്ളവയുമാണ്. അതുപോലെ മനുഷ്യരുടെ ഇടയ്ക്കുമുണ്ട് നല്ല ആളുകളും ചീത്ത ആളുകളും, ശിഷ്ടന്മാരും ദുഷ്ടന്മാരും, സംസാര ആസക്തന്മാരും പിന്നെ ഭക്തന്മാരും. ജീവൻ 4 തരമുണ്ട്: ബദ്ധൻ, മുമുക്ഷു, മുക്തൻ, നിത്യമുക്തൻ. നിത്യമുക്തൻ നാരദാദികളെ പോലെ ഇവർ മനുഷ്യരുടെ മംഗളത്തിനു വേണ്ടി, മനുഷ്യർക്ക് ആധ്യാത്മിക ശിക്ഷണം നൽകുന്നതിന് വേണ്ടി ലോകത്തിൽ ജീവിക്കുന്ന ആളാണ് നിത്യമുക്തൻ. ബദ്ധജീവനോ വിഷയാസക്തനായി കഴിയുന്നു, ഭഗവാനെ മറന്നും കളയുന്നു, അബദ്ധത്തിൽ പോലും ഭഗവത് ചിന്ത ചെയ്യുകയില്ല. അപ്പോൾ മുമുക്ഷു ജീവനോ മുക്തനാകണമെന്ന് ആഗ്രഹിക്കുന്നവർ, എന്നാൽ അവരിൽ ചിലർക്ക് മുക്തരാകാൻ സാധിക്കുന്നു, ചിലർക്ക് സാധിക്കുന്നില്ല. മുക്തജീവനോ സന്യാസിമാരും മഹാത്മാക്കളും സംസാരത്തിലെ കാമിനി കാഞ്ചനങ്ങളിൽ അവർ പിന്നെ ബദ്ധരല്ല. മനസ്സിൽ വിഷയചിന്തയില്ലാത്തവർ, സർവദാ ഹരിപാദ പത്മചിന്ത ചെയ്യുന്നവൾ.
ആ ചിന്ത വേണമെന്നാണ്. സർവദാ ഹരിപാദ പത്മചിന്ത ചെയ്യുന്നവരായിരിക്കണം. ഒരു തടാകത്തിൽ മീൻ പിടിക്കാൻ വല വീശിയിരിക്കുന്നു. 2-4 മത്സ്യങ്ങൾ ഒരിക്കലും വായിൽ അകപ്പെടാതിരിക്കുമാറ് സമർത്ഥങ്ങളാകുന്നു. ഇവയെ നിത്യമുക്തന്മാരോട് ഉപമിക്കണം. എന്നാൽ അധികം മത്സ്യങ്ങളും വലയിൽ പെടുന്നു. അവയിൽ ചിലവ പുറത്ത് ചാടാൻ പിടയുന്നു. ഇവ മുമുക്ഷു ജീവന്മാരെ പോലെയാണ്. എന്നാൽ എല്ലാറ്റിനും പുറത്ത് ചാടാൻ കഴിയുന്നില്ല. 2-4 എണ്ണം പ്ലോ പ്ലോ എന്ന വലയ്ക്ക് പുറത്ത് ചാടുന്നു. അപ്പോൾ മീൻപിടുത്തക്കാർ വിളിച്ചു പറയുന്നു, അതാ പോയി ഒരു വലിയ മീൻ. എന്നാൽ വലയിൽപ്പെട്ട അധികം എണ്ണത്തിനും പുറത്ത് കിടക്കാൻ ഒക്കില്ല, പുറത്ത് ചാടാനൊട്ട് ശ്രമിക്കുകയുമില്ല. നേരെ മറിച്ച് വലയും വായിലാക്കി കുളത്തിലെ ചെളിക്കുള്ളിൽ അനങ്ങാതെ ചുരുണ്ടു കൂടി കിടന്നുകൊണ്ട് വിചാരിക്കുന്നു, ഇനി ഭയമൊന്നുമില്ല, നമുക്ക് ബഹു സുഖം. എന്നാൽ വലക്കാർ എലേലോ എന്ന് വിളിച്ചുകൊണ്ട് വലയോടുകൂടി അവയെ വലിച്ച് കരയ്ക്കിടുമെന്ന് പാവങ്ങൾ അറിയുന്നില്ല. വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണത്. ഇവ ബദ്ധജീവന്മാരെ പോലെയാകുന്നു. 6-ാം അധ്യായം നമുക്കടുത്ത ദിവസമാക്കിക്കൊണ്ട് സംസാര ആസക്തൻ ബദ്ധജീവൻ എന്ന ഭാഗത്തിൽ പൂർത്തീകരിക്കാം. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു, ബദ്ധജീവന്മാർ സംസാരത്തിലെ കാമിനി കാഞ്ചനങ്ങളിൽ കുടുങ്ങിയിരിക്കുന്നു. കൈയും കാലും കെട്ടുപാടിൽ ഈ സംസാരത്തിലെ കാമിനിയിൽ നിന്നും കാഞ്ചനത്തിൽ നിന്നും സുഖമുണ്ടാകുമെന്ന് കരുതി നിർഭയം വസിക്കുകയും ചെയ്യുന്നു. അതുമൂലം നാശമടയുമെന്ന് അവരറിയുന്നില്ല. ബദ്ധജീവൻ മരിക്കാറാകുമ്പോൾ അയാളുടെ വീട്ടുകാരി ചോദിക്കുന്നു, നിങ്ങൾ പോകാൻ പോണു, എനിക്ക് എന്ത് ചെയ്തു വെച്ചിട്ടാണ് പോണത്? കൂടാതെ അയാളുടെ മായാബന്ധത്തിൻ്റെ ആധിക്യം വിളക്കിലെ തിരി നല്ലതുപോലെ കത്തുന്നത് കണ്ടാൽ അയാൾ പറയുന്നു, എണ്ണ വളരെ ചിലവാകും, തിരി താഴ്ത്തു ഓ. അയാളുടെ മായാബന്ധത്തിൻ്റെ ആധിക്യം മൂലം വിളക്കിലെ തിരി നല്ലതുപോലെ കത്തുന്നത് കണ്ടാൽ അയാൾ അപ്പം പറയും, എണ്ണ വളരെ ചിലവാകും, തിരി താഴ്ത്തു. അവൻ മരണശയ്യയിൽ കിടപ്പുമാണ്. ബദ്ധജീവന്മാർ ഈശ്വരചിന്ത ചെയ്യില്ല. സമയം കിട്ടിയാൽ ഭള്ളും പടാച്ചിയും പറഞ്ഞു കഴിയുന്നു. അല്ലെങ്കിൽ വെറുതെ ഓരോന്ന് ചെയ്യുന്നു. ചോദിച്ചാൽ പറയും, എനിക്ക് ചുമ്മാതെ ഇരിക്കാൻ വയ്യ, അതുകൊണ്ട് വേലി കെട്ടുകയാ. നേരം കളയാൻ വഴിയൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ചീട്ട് കളിക്കാൻ തുടങ്ങുകയായി. സകലരും സ്തംഭിച്ചിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 5-ാം അധ്യായം പൂർത്തീകരിക്കുന്നത്. നാളെ നമുക്ക് 6-ാം അധ്യായം വായിക്കാൻ ശ്രീരാമകൃഷ്ണദേവൻ്റെ അനുഗ്രഹവും 33 കോടി ദേവതകളുടെ അനുഗ്രഹവും നമ്മുടെ പിതൃക്കളുടെയൊക്കെ അനുഗ്രഹവും നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹവും ഒക്കെ ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കണം. എല്ലാവരുടെയും സാന്നിധ്യത്തിന് നമസ്കാരം. സുരേഷ് കുമാർ സാർ കൊല്ലത്ത് നിന്നുണ്ട്. രാധാകൃഷ്ണൻ വാസവൻ സാറും ബിന്ദു ചേച്ചിയുമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ സ്ഥിരം ശ്രോതാക്കൾ എല്ലാവരുമുണ്ട്. തമ്പാൻ വള്ളിയോട്ടുണ്ട്. എല്ലാവരുടെയും സെന്തോ പ്രേംകുമാറുണ്ട്. എല്ലാവർക്കും നമസ്കാരം അർപ്പിക്കുകയാണ്. ഈ മഹത്തായ 258-ാമത്തെ ദിവസത്തെ സത്സംഗത്തിൽ പങ്കെടുത്ത നമുക്കെല്ലാം ഈശ്വരീയ ചിന്തയുടെ വൈശിഷ്ട്യവും പ്രഭുത്വവും 262-ാമത്തെ സത്സംഗമാണ്. 262-ാമത്തെ സത്സംഗത്തിൽ പങ്കെടുത്ത എല്ലാവരുടെയും കുടുംബങ്ങളിൽ സർവ്വ ഐശ്വര്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മയുടെ ചരിതം മുഴുവൻ കേട്ട ദുബൈയിൽ നിന്ന് ജിനേഷും നമ്മുടെ ലൈനിലുണ്ട്. ജിനേഷിന് പ്രത്യേക നമസ്കാരം. ജിനേഷ്, അമ്മയുടെ പ്രസംഗം മുഴുവൻ യൂട്യൂബിലാക്കിയതിന് പ്രത്യേക നമസ്കാരം. ഗുരുക്കന്മാരെ എല്ലാം ഈശ്വരീയ തത്വത്തിൽ അമ്മയും അച്ഛനുമൊക്കെയായി കാണാനുള്ള സൗഭാഗ്യമാണ് ഗുരുദർശനത്തിലൂടെ നമ്മൾ ഏറ്റെടുക്കേണ്ടത്. ശ്രീകാര്യത്ത് നിന്ന് ഉഷാകുമാരി ചേച്ചിയുണ്ട്, ഗിരിജ ചേച്ചിയുണ്ട്, ശശിധരൻപിള്ള സാറുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അപ്പോൾ എല്ലാവരുടെയും കുടുംബങ്ങളിൽ ഒരു ദിവസം 3 നേരം നമ്മൾ ലൈവിലൂടെ എത്തുമ്പോൾ അത് ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാരും ദുർഗാലക്ഷ്മി സരസ്വതി ദേവിമാരുമൊക്കെയായി സങ്കല്പിച്ചാൽ അതിൻ്റെ പുണ്യം നമുക്ക് വളരെ വലുതാണ്. അങ്ങനെ ഒന്ന് നമ്മുടെ കർമ്മത്തിലേക്ക് എത്തിച്ച ഗുരു പരമ്പരയ്ക്ക് നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നാമം ജപിച്ച് പൂർത്തീകരിക്കാം. സർവേഷാം സ്വസ്തിർഭവതു, സർവേഷാം ശാന്തിർഭവതു,
സർവേഷാം പൂർണ്ണം ഭവതോ സർവേഷാം മംഗളം ഭവതു സർവേ ഭവന്തോ സുഖിനം സർവേ സന്തു നിരാമയം സർവേ ഭദ്രാണി പശ്യന്തോ മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത് അസതോ മാ സത്യമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാമൃതം ഗമയ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ ശ്രീ ലക്ഷ്മീനാരായണായേതി സമർപ്പയാമി ശ്രീ സീതാരാമചന്ദ്രായേതി സമർപ്പയാമി ശ്രീ പാർവതി മഹാദേവായേതി സമർപ്പയാമി സർവം ശ്രീരാമകൃഷ്ണദേവതൃപാദങ്ങളേതി സമർപ്പയാമി. ശ്രീ മോഹൻദാസിനും ചെറുവത്തൂർ ചക്രപുരം രവീന്ദ്രനുമൊക്കെ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നാളത്തെ അയ്യപ്പ ഭാഗവതം രാവിലെ 8 മണിക്കാണ്. 8 മുതലുള്ള സമയം നമുക്ക് ഉപയോഗപ്പെടുത്താം. മള്ളിയൂരിലെ ലൈവ് ഉച്ചയ്ക്ക് കണ്ടുകൊണ്ടിരിക്കുന്നവർക്കത് കാണുകയും ചെയ്യാം. എല്ലാവരും കാണണം എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് മന്ത്രജപത്തോടെ പൂർത്തീകരിക്കാം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണം ഏവ അവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.